ഇന്നുണ്ടാക്കുന്നത് ഒരു ഈസി ചിക്കൻ ഗ്രില്ലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ മസാല ഇട്ടപ്പോൾ ഞാൻ ആ കറക്റ്റ് അളവെല്ലാം പറയാൻ മറന്നുപോയി. ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകം പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, അത്രയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരി ചില്ലിയും യൂസ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി കുറച്ചാണ്, കാശ്മീരി ചില്ലിയാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യേണ്ടത് സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂണ്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് സുർക്ക ആഡ് ചെയ്യണം. ഇനി ലെമണിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ലെമൺ ആഡ് ചെയ്യണമെന്നില്ല. അത് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പുറത്തെടുത്തിട്ട് കഴിക്കുന്ന സമയത്ത് ലെമൺ ആഡ് ചെയ്താൽ മതി. ഇത് ലെമണും വിനെഗറും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും തേച്ചിട്ട്, പിന്നെ ഞാൻ ചിക്കൻ കഴുകി ഇങ്ങനെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നല്ലോണം പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് മസാല അതിൻ്റെ ഉള്ളിലൊക്കെ പരട്ടി കൊടുക്കുക. വരഞ്ഞിട്ടുള്ളതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് മസാല പരട്ടുക. പിന്നെ ചിക്കൻ്റെ ഉള്ളിലും എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പരട്ടണം. ബാക്ക് സൈഡിലും ഇതുപോലെ വരഞ്ഞിട്ടുണ്ട്. പിന്നെ ചിക്കൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പരട്ടിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം ഒരു ദിവസം. ഇപ്പം നാളെയാണ് ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 3 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെച്ചത്. എന്നിട്ട് അതിൻ്റെ കാലും അതുപോലെ തന്നെ ഈ വിങ്സിൻ്റെ ഭാഗവും രണ്ടും നമ്മളിങ്ങനെ ഒരു നൂല് യൂസ് ചെയ്തിട്ട് കെട്ടി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ഗ്രില്ല് ഉണ്ടാക്കുന്ന സമയത്ത് അത് വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രില്ല് ചെയ്യുന്ന നമ്മൾ ഓവൻ വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിലിത് കറക്റ്റായിട്ട് ആ 2 ലെഗിൻ്റെ ഉള്ളിൽ കൂടെയും കയറ്റി നമ്മൾ കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇത് കറക്റ്റായി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഓവനിൽ വെക്കണം. ഇപ്പോൾ എൻ്റെ ഓവൻ എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓവനാണ്, IFBയുടെ കൺവെൻഷൻ ഓവനാണ്. അതിലാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. ഇതിലും ഗ്രില്ല് ചെയ്യാം, പക്ഷേ നമ്മൾ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം. അതിന് 2 പോയിൻ്റ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൽ കറക്റ്റായിട്ട് ആ സ്റ്റിക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രില്ലിംഗ് മോഡ് ഓൺ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഓവനിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കൺവെൻഷൻ മൈക്രോ ടേൺ ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഓവനിൽ കൺവെൻഷൻ പ്ലസ് മൈക്രോ പ്ലസ് ടേൺ ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ 200 ഡിഗ്രിയിലാണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. അതും 80 മിനിറ്റ്സ് ആണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. 80 മിനിറ്റ്സ് എനിക്ക് കറക്റ്റായിരുന്നു. ഓരോ ഓവൻ അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കൺവെൻഷൻ IFBയിൽ 200 ഡിഗ്രിയിൽ 80 മിനിറ്റ്സ് അത് ഗ്രില്ല് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ അയാൻ വന്നിട്ട് ചിക്കനായോ എന്ന് ചോദിച്ചാൽ അവിടെ നിന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് ചിക്കൻ ഗ്രില്ല് ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ് 80 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ആയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഗ്രില്ല്. ഇതാണ് കറക്റ്റ് നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് നല്ല കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അവനവിടെ PS5 ഗെയിം കളിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അവന് ചിക്കനും കുബൂസും മയോണൈസും കൂടിയിട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ.